ഹലോ എവരി വൺ. അപ്പോൾ കമ്പ്യൂട്ടർ ടെക് പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ പ്രോഗ്രാമറിന് വേണ്ടിയിട്ടുള്ള പ്രോസസർ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 2 കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ ആൻഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന പോർഷനകത്ത് വരുന്ന ടോപ്പിക്കാണ് നമ്മുടെ പ്രോസസർ അഡ്രസ്സിംഗ്. അപ്പം നമുക്ക് ടൈം കളയേണ്ട, നേരെ ടോപ്പിക്കിലോട്ട് പോവാം. ഓക്കെ, അപ്പോ എന്താണ് അഡ്രസ്സിംഗ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഓക്കെ, വാട്ട് ഈസ് അഡ്രസ്സിംഗ്? അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്രസ്സിംഗ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ബൈ എ പ്രോസസർ ടു ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ആൻ ഓപ്പറാൻഡ് അല്ലെങ്കിൽ ഡേറ്റ നീഡഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ആൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ നോർമലി നമ്മൾ അഡ്രസ് എന്തിനാണ് യൂസ് ചെയ്യുന്ന? ഒരാളുടെ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ് യൂസ് ചെയ്യുന്നത്. സെയിം മീനിങ് തന്നെയാണ് ഇവിടെ അഡ്രസ്സിംഗ് മോഡിലും ഉള്ളത്. ഓക്കെ, അഡ്രസ്സിംഗ് ഈസ് ദ മെത്തേഡ് യൂസ്ഡ് ബൈ എ പ്രോസസർ. അപ്പം പ്രോസസർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് അഡ്രസ്സിംഗ് എന്ന് പറഞ്ഞാൽ. എന്തിനാണ് പ്രോസസർ യൂസ് ചെയ്യുന്നത്? ഐഡന്റിഫൈ ദ ലൊക്കേഷൻ ഓഫ് ആൻ ഓപ്പറാൻഡ്. അപ്പം നമ്മൾ ഡിഫറെന്റ് ഓപ്പറേഷൻസ് നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ ആ ഓപ്പറേഷൻസിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഓപ്പറാൻഡ് അല്ലെങ്കിൽ ഡേറ്റയുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോസസർ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് എന്ത്? അഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പറയുന്ന ഓപ്പറാൻഡ്സ് എവിടെയെല്ലാം കാണാം? നമ്മുടെ CPU രജിസ്റ്റേഴ്സിനകത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ മെയിൻ മെമ്മറിക്കകത്ത് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് IO ഡിവൈസസിൽ നിന്ന് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ എന്താണ്, ഒരു ഇൻസ്ട്രക്ഷൻ അകത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും? സ്പെസിഫൈ ചെയ്ത് നമ്മുടെ ഡേറ്റ കൊടുക്കും. അപ്പം ഇത്രയും 4 രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓപ്പറാൻഡ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ പറയുന്ന 4 രീതിയിൽ ഏത് കൊടുത്തു കഴിഞ്ഞാലും പ്രോസസറിന് എന്ത് ചെയ്യണം? കറക്റ്റ് ഓപ്പറാൻഡ് എവിടെയാണ്, ഡേറ്റ എവിടെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് അഡ്രസ്സിംഗ് യൂസ് ചെയ്യുന്നത്. ദസ് അഡ്രസ്സിംഗ് ഡിറ്റർമൈൻസ് ഹൗ ദ CPU ഫൈൻഡ് ദ ഡേറ്റ. അപ്പൊ CPU എങ്ങനെയാണ് ഈ പറയുന്ന ലൊക്കേഷനകത്ത് നിന്ന് ഓപ്പറാൻഡ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നതെന്നുള്ളതാണ് അഡ്രസ്സിംഗ് പറയുന്നത്. ഓക്കെ, അപ്പം പ്രോസസർ അഡ്രസ്സിംഗിനകത്ത് എന്താണ് പറയുന്നത്? അഡ്രസ്സിംഗ് മോഡ് സ്പെസിഫൈസ് ഹൗ ദ ഓപ്പറാൻഡ് ഓർ ഡേറ്റ ഓഫ് ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് ആക്സസ്. അപ്പം ഡേറ്റ അല്ലെങ്കിൽ ഓപ്പറാൻഡ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ നോർമലി ഇൻസ്ട്രക്ഷനകത്തായിരിക്കും നമ്മുടെ ഓപ്പറാൻഡ് ഡേറ്റ കൊടുക്കുന്നത് അല്ലെ? അപ്പം ഇൻസ്ട്രക്ഷനകത്ത് നമ്മുടെ ഓപ്പറാൻഡും ഡേറ്റയും കാണും. അതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്നുള്ളതും അഡ്രസ്സിംഗ് മോഡിലാണ് പറയുന്നത്. അപ്പം ഇറ്റ് ടെൽസ് ദ CPU വേർ ടു ഫൈൻഡ് ദ ഡേറ്റ നീഡഡ് ഫോർ എക്സിക്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ഡേറ്റ എക്സിക്യൂഷന് വേണ്ടിയിട്ടുള്ള ഡേറ്റ എവിടെയാണ് ഉള്ളതെന്ന് CPU പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ അഡ്രസ്സിംഗ് മോഡ് വെച്ചിട്ടാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ടൈപ്പ് രജിസ്റ്റേഴ്സിലാവാം, മെമ്മറിയിലാവാം, അങ്ങനെ എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പറയുന്ന ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവാം. ഈ എക്സിക്യൂഷന്റെ സമയത്ത് CPU എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം, എനിക്ക് ഇപ്പൊ ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയാണ് ഡേറ്റ ഉള്ളതെന്നുള്ളത്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമലി നമ്മുടെ അഡ്രസ്സ് എന്തിനാണ്? ഒരാളുടെ അഡ്രസ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അയാളുടെ വീട് കണ്ടുപിടിക്കാം. അതേപോലെ അഡ്രസ്സിംഗ് വെച്ചിട്ട് എന്താണ് നമ്മൾ CPU പറഞ്ഞു കൊടുക്കുവാണ്, ഇവിടെയാണ് ഈ പ്രോസസ്സിനുള്ള, ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള ഡേറ്റ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, ഡിഫറെന്റ് മോഡ്സ് ഉണ്ട്. ദ ഡിഫറെന്റ് മെത്തേഡ്സ് ഓർ മോഡ്സ് ഫോർ സ്പെസിഫൈങ് ദ ഓപ്പറാൻഡ് അഡ്രസ് ഇൻ ദ ഇൻസ്ട്രക്ഷൻ ആർ നോൺ ആസ് അഡ്രസ്സിംഗ് മോഡ്സ്. അപ്പം നമുക്ക് ഡിഫറെന്റ് മോഡ്സിൽ നമ്മുടെ ഈ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാം. സോ അതിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്ന സ്പെസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഏതൊക്കെ ടൈപ്പിലാണ് നമുക്ക് ഡേറ്റയുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, ആ ഒരു ടൈപ്സിനെയാണ് നമ്മൾ അഡ്രസ്സിംഗ് മോഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ നോർമലി മെയിൻ മെമ്മറിയിലാണ് നമ്മുടെ ഓപ്പറാൻഡ് പ്ലേസ് ചെയ്തിരിക്കുക എന്ന് വെക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? ഇൻസ്ട്രക്ഷൻ തരുന്നത് എന്തായിരിക്കും? നമ്മുടെ ആ മെമ്മറി ലൊക്കേഷന്റെ അഡ്രസ് ആയിരിക്കും തരിക. ഓക്കെ, ഒന്നുകൂടെ ശ്രദ്ധിക്കുക. എന്താണ്? നമുക്കിപ്പോ നമ്മുടെ മെമ്മറി ലൊക്കേഷനിലാണ് നമുക്ക് വേണ്ട ഡേറ്റ ഇരിക്കുന്നത്. ഓക്കെ, മെയിൻ മെമ്മറിയിലാണ് നമുക്ക് വേണ്ട ഡേറ്റ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് ആ മെമ്മറിയുടെ ലൊക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പം നമ്മള് നോർമലി നമ്മുടെ
എന്താണ് അഡ്രസ്സ് എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നോർമലി നമ്മുടെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്പ് കോഡ് അതുപോലെ അഡ്രസ് ഫീൽഡ്, ഈ രണ്ട് ഫീൽഡാണ് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവുക. ഓക്കെ, നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് ഓപ്പ് കോഡും ഉണ്ടാവും അഡ്രസ് ഫീൽഡും ഉണ്ടാവും. ഓപ്പ് കോഡ് എന്ന് പറയുന്നതാണ് നമുക്ക് എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യാനുള്ളതെന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പറേഷൻ കോഡ് എന്നുള്ളതാണ് ഓപ്പ് കോഡ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓപ്പ് കോഡ് ആണ് എന്ത് പറയുന്നത്, എന്ത് ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ അഡിഷൻ, അപ്പൊ ആഡ് എന്നുള്ളതായിരിക്കും നമ്മുടെ ഓപ്പ് കോഡ്. ഓക്കെ, അപ്പം ആഡ് എന്നുള്ള ഓപ്പ് കോഡ് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും എന്താണ് അഡിഷൻ ആണ് ചെയ്യാനുള്ളതെന്ന്. ഓക്കെ, അതേപോലെ മൂവ് ഉണ്ട്, ലോഡ് ഉണ്ട്, അങ്ങനെ ഡിഫറെന്റ് ഓപ്പ് കോഡ്സ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷന്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് പാർട്ട് എന്താണ്? നമ്മുടെ അഡ്രസ് ഫീൽഡ്. ഓക്കെ, ആ അഡ്രസ് ഫീൽഡിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? നമ്മുടെ ഡേറ്റയുടെ ലൊക്കേഷൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളെ ഓപ്പറാൻഡിന്റെ അല്ലെങ്കിൽ ഡേറ്റയുടെ ലൊക്കേഷൻ കൊടുക്കുന്നത് എവിടെ ആയിരിക്കും? അഡ്രസ് ഫീൽഡിലായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ എന്താണ് രണ്ട് വാല്യൂ ആഡ് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഈ രണ്ട് വാല്യൂ നമ്മൾ രജിസ്റ്റേഴ്സിലാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം R1 R2 എന്ന് പറയുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിനകത്ത് നമ്മുടെ ഡേറ്റ ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പം ആഡ് എന്ന് പറയുന്ന ഓപ്പ് കോഡ് നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ, ആഡ് R1, R2. R1ലും R2ലും എന്തുണ്ട്? നമുക്ക് ആഡ് ചെയ്യാനുള്ള ഡേറ്റ കണ്ടന്റ് ഉണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്? R1ഉം R2ഉം തമ്മിലുള്ള കണ്ടന്റ് ആഡ് ചെയ്യും. ഓക്കെ, R1ലും R2ലും ഉള്ള കണ്ടന്റ് ആഡ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും? R1നകത്ത് സ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? R1ഉം R2ഉം ഡേറ്റ ആഡ് ചെയ്തിട്ട് R1നകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മുടെ ഡേറ്റ സ്റ്റോർ ചെയ്തേക്കുന്നത്. രജിസ്റ്റേഴ്സിലാണ് നമ്മുടെ ഡേറ്റ ഉള്ളത്. അപ്പം ഇതിനെ നമ്മൾ രജിസ്റ്റർ അഡ്രസ്സിംഗ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തു, രജിസ്റ്റേഴ്സിലായിരുന്നു നമ്മുടെ ഡേറ്റ ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ രജിസ്റ്റർ അഡ്രസ്സിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതൊരു ബേസിക് ഐഡിയ ആണ് എങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. ഓപ്പ് കോഡും അഡ്രസ് ഫീൽഡും ആയിട്ടായിരിക്കും നമ്മുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അതിനനുസരിച്ച് എങ്ങനെയാണ് ഈ അഡ്രസ് ഫീൽഡ് നമ്മൾ സ്പെസിഫൈ ചെയ്തേക്കുന്നത്, അതിനെയാണ് നമ്മുടെ അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അഡ്രസ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് രീതിയിൽ നൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അഡ്രസ് ഫീൽഡ് എങ്ങനെയാണോ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്, ആ സ്പെസിഫൈ ചെയ്യുന്ന രീതിക്ക് അനുസരിച്ച് നമ്മുടെ അഡ്രസ്സിംഗ് മോഡ്സ് മാറും. ഓക്കെ, അപ്പൊ നമ്മള് അഡ്രസ്സിംഗ് മോഡ്സിലോട്ട് ഡിഫറെന്റ് ടൈപ്സ് അഡ്രസ്സിംഗ് മോഡ്സ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ കൂടി നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് നമ്മൾ കാണാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എക്സ് എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് എക്സ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷന്റെ കണ്ടന്റ് എന്നുള്ളതാണ് മീനിങ്. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്നതിനടുത്ത് എന്ത് വാല്യൂ വേണമെങ്കിലും വരാം. നമ്മളിപ്പോ ജനറൽ ആയിട്ട് നൊട്ടേറ്റ് ചെയ്തേ ഉള്ളൂ. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മുടെ അഡ്രസ്സിംഗ് മോഡ്സിനകത്ത്, ഓക്കെ ശ്രദ്ധിക്കണം, നമ്മുടെ അഡ്രസ്സിംഗ് മോഡ്സിനകത്ത് എന്താണ് ഒരു എക്സ് എന്നുള്ള രീതിയിൽ ഒരു കണ്ടന്റ് വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പറയുന്ന എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ അകത്തുള്ള കണ്ടന്റിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ആ മെമ്മറി ലൊക്കേഷൻ അകത്തുള്ള കണ്ടന്റ്. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നോക്ക്, നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഒരു 1000 കൊടുത്തു. അപ്പം 1000 എന്ന് പറയുന്നത് എന്താണ്? മെമ്മറി ലൊക്കേഷൻ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് എന്താണ്? 25 ആണ്. ഓക്കെ, അപ്പം നമ്മുടെ മെമ്മറി സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 1000 ഈക്വൽ ടു 25 എന്നാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് 1000 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ അകത്ത് എന്തുണ്ട്? ആ ഒരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, നമ്മുടെ ആ 1000 എന്ന് പറയുന്നതല്ല നമ്മുടെ ഓപ്പറാൻഡ് ആയിട്ട് വരുന്നത്, നമ്മുടെ ഡേറ്റ ആയിട്ട് വരുന്നത്. ആ 1000 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ആ മെമ്മറി ലൊക്കേഷനകത്ത് എന്താണോ കണ്ടന്റ്, അതാണ് നമുക്ക് വേണ്ട വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു വാല്യൂ ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റും. മെമ്മറി അഡ്രസ്സിംഗ് മോഡ്സിനകത്ത് നോർമലി നമുക്ക് എന്താണ് ഒരു വാല്യൂ
രണ്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്തേക്കുവാണെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മൾ നോർമലി ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറയുന്നതിനകത്താണ്. ഓക്കെ, ഇൻഡയറക്റ്റ് അഡ്രസ്സിംഗ് മോഡ്സിലാണ് നമ്മൾ ഇങ്ങനെ ഒരു നൊട്ടേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് ആ എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് പോകും. ഓക്കെ, അപ്പം എക്സ് എന്നുള്ള മെമ്മറി ലൊക്കേഷനിൽ എന്തായിരിക്കും കണ്ടന്റ്? വേറൊരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും, വേറൊരു അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, എക്സ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനകത്ത് ഉള്ള കണ്ടന്റ് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, അതിന്റെ കണ്ടന്റ് എന്തായിരിക്കും? വേറൊരു മെമ്മറി ലൊക്കേഷൻ അല്ലെങ്കിൽ വേറൊരു അഡ്രസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ അഡ്രസ്സിനകത്ത് പോകുമ്പോഴോ നമുക്ക് ആവശ്യമുള്ള കണ്ടന്റ് കിട്ടും. ഓക്കെ, അപ്പൊ മനസ്സിലാക്കുക, ഫസ്റ്റ് ഒരു അഡ്രസ് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും, ആ മെമ്മറി ലൊക്കേഷന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് വേറൊരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും, ആ മെമ്മറി ലൊക്കേഷനിലായിരിക്കും നമ്മുടെ ആക്ച്വൽ ഡേറ്റ ഉണ്ടാവുക. ഓക്കെ, എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ നമ്മുടെ 500 എന്നുള്ളത് എന്താണ്? ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്തേക്കുവാണ്. ഓക്കെ, അപ്പം 500 എന്ന് പറയുന്നത് ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ആ മെമ്മറി ലൊക്കേഷനകത്ത് എന്തുണ്ട്? 800 എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പം 800 എന്ന് പറയുന്നത് എഗെയിൻ എന്തായിരിക്കും? ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അപ്പൊ ആ 800 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ പോകുമ്പോൾ എന്താണ് അതിന്റെ കണ്ടന്റ്? 40 ആണ് അതിന്റെ കണ്ടന്റ് വരുന്നത്. അപ്പം ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ 500 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യുന്നത്? 500 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ് നോക്കും. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ 800 ആണ് 500 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലെ കണ്ടന്റ്. ഓക്കെ, അപ്പം 800 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിലോട്ട് പോകും. ആ 800 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ എന്താണ് കണ്ടന്റ്? 40 ആണ് കണ്ടന്റ്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് 500 എന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താണ്? 40 ആണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ പാരാന്തസിസ്. ഓക്കെ, അപ്പം കർവ്ഡ് പാരാന്തസിസ് വരുന്ന സമയത്തും നമ്മൾ എന്താണ് നോക്കേണ്ടത്? ആ ഒരു പാരാന്തസിസിനകത്ത് ഒരു വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോ R1 എന്നുള്ളതാണ് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുന്നതെങ്കിൽ, ഓക്കെ, ബ്രാക്കറ്റിനകത്ത് നമ്മുടെ ഓപ്പൺ ക്ലോസിംഗ് ബ്രാക്കറ്റിനകത്ത് R1 എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് അത് പറയുന്നത്? കണ്ടന്റ് ഓഫ് മെമ്മറി ലൊക്കേഷൻ പോയിന്റഡ് ബൈ R1. ഓക്കെ, അപ്പം R1നകത്ത് ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ടാവും, ഒരു കണ്ടന്റ് ഉണ്ടാവും. ഓക്കെ, ആ കണ്ടന്റ് പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ് എന്നുള്ളതാണ്. ഓക്കെ, R1നകത്ത് എന്തായിരിക്കും അപ്പൊ ഉണ്ടാവുക? ഒരു മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. ആ മെമ്മറി ലൊക്കേഷനകത്തുള്ള കണ്ടന്റ് ആയിരിക്കും നമുക്ക് വേണ്ടത്. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. അപ്പം R1നകത്ത് നമുക്ക് 2000 എന്നുള്ളൊരു വാല്യൂ ഉണ്ട്. ഓക്കെ, 2000 എന്ന് പറയുന്ന ലൊക്കേഷനകത്ത് നമുക്ക് എന്തുണ്ട്? 60 എന്ന് പറയുന്ന വാല്യൂ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ R1നകത്ത് എന്താണുള്ളത്? 2000. ഓക്കെ, 2000 എന്ന് പറയുന്നത് എന്തായിരിക്കും? മെമ്മറി അഡ്രസ് ആണ്. ഓക്കെ, ആ മെമ്മറി അഡ്രസ്സിനകത്തുള്ള വാല്യൂ ഏതാണ്? 60. അപ്പം R1 ഓപ്പൺ ക്ലോസിംഗ് ബ്രാക്കറ്റിനകത്ത് R1 എന്നുള്ളത് വാല്യൂ രജിസ്റ്റർ അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ നോക്കേണ്ടത്? R1നകത്ത് ഒരു മെമ്മറി അഡ്രസ്സ് കാണും. ആ മെമ്മറി അഡ്രസ്സിനകത്ത് ഏത് വാല്യൂ ആണോ വരുന്നത്, അതെ, ഏതിനെയാണോ പോയിന്റ് ചെയ്യുന്നത്, ആ കണ്ടന്റ് ആയിരിക്കും നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്താണ്? 60 എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ട വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ട് അഡ്രസ്സിംഗ് മോഡ് അറിയുന്നതിന് മുന്നേ അറിയേണ്ട ഒരു കാര്യമാണ് സ്ക്വയർ ബ്രാക്കറ്റ്, ഡബിൾ സ്ക്വയർ ബ്രാക്കറ്റ്, പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്താണ് ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ്സ് നോക്കാം. അപ്പം എന്താണ് അഡ്രസ്സിംഗ് മോഡ് എന്ന് മനസ്സിലായി, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ചെറിയ ചെറിയ നൊട്ടേഷൻസും കാര്യങ്ങളും നമുക്ക് മനസ്സിലായി. ഓക്കെ, നമുക്ക് ഒത്തിരി അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. അതിനകത്ത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഒരു 3-4 മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷെ നമുക്ക് 12ഓളം അഡ്രസ്സിംഗ് മോഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? Implied addressing mode is an addressing mode in which the operand is not explicitly mentioned in the instruction. അപ്പം നമുക്ക് വേണ്ട ഓപ്പറാൻഡ് അല്ലെങ്കിൽ ഡേറ്റ എന്ന് പറയുന്നത് എന്തുണ്ടാവില്ല? നമ്മൾ ഈ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന അഡ്രസ്സിംഗ് മോഡിനകത്ത് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? ഹോപ്പ് കോഡ്, അതുപോലെ എന്താണ് നമ്മുടെ അഡ്രസ്സിങ്. ഇതാണ് നമ്മൾ നോർമലി എന്താണ് നമ്മുടെ ഇൻസ്ട്രക്ഷനിൽ ഉണ്ടാവേണ്ട ഒരു സ്ട്രക്ചർ അല്ലെ?
അപ്പം ഇതിനകത്ത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് ആണെങ്കിൽ നമ്മുടെ ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്താണ് നമുക്ക് ആവശ്യമുള്ള ഓപ്പറാൻഡ് എന്താണെന്ന് നമ്മൾ പറയത്തില്ല. അപ്പം പറഞ്ഞില്ല ഉണ്ടെങ്കിൽ കൂടി നമ്മൾ ഇതിനകത്ത് ഓപ്പറാൻഡ് അല്ലെങ്കിൽ ഡേറ്റ എവിടെയാണെന്ന് ലൊക്കേഷൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ കൂടിയും എന്താണ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് അതിന് ഓൾറെഡി ഡേറ്റ എവിടെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അതാണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിന്റെ ഒരു സ്പെഷ്യാലിറ്റി. ദ CPU ഓൾറെഡി നോസ് വേർ ദ ഡേറ്റ ഈസ്, സോ നോ അഡ്രസ് ഈസ് ഗിവൺ. നമ്മുടെ കേസിനകത്ത് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിനകത്ത് ഇൻസ്ട്രക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഡേറ്റ ഓപ്പറാൻഡ് എവിടെയാണ് ഉള്ളതെന്ന് പറയില്ല. പക്ഷെ CPU-ന് എന്താണ്, CPU-ന് മനസ്സിലാവും ഡേറ്റ എവിടെയാണ് ഉള്ളത്. ഓക്കെ, ബിക്കോസ് ദ ഓപ്പറാൻഡ് ഈസ് ഓട്ടോമാറ്റിക്കലി അണ്ടർസ്റ്റുഡ് ബൈ ദ ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഓപ്പറാൻഡിന് തന്നെ അറിയാം എവിടെയാണ് ഡേറ്റ ഉള്ളതെന്ന്. അപ്പൊ നമുക്ക് ഒരു അഡ്രസ് ഇപ്പൊ എനിക്ക് അറിയാം, അപ്പൊ എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു തരണ്ട, നമുക്ക് ഇന്ന അഡ്രസ്സ് ഇന്ന ആളുടെ അഡ്രസ്സ് ഇവിടെയാണ് നമുക്ക് ഇപ്പൊ നമ്മുടെ വീടിന്റെ അഡ്രസ്സ് നമുക്കറിയാലോ. നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കറിയാം, വേറൊരാൾ പറഞ്ഞു തരണ്ട ഇന്നടുത്താണ് വരേണ്ടതെന്നുള്ളത്. സോ സെയിം പോലെ എന്താണ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിനകത്ത് നമ്മൾ എന്തേ ചെയ്യുന്നുള്ളൂ, ഓപ്പ് കോഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ഓപ്പ് കോഡിനകത്ത് തന്നെ അറിയാം, CPU-ന് ഈ ഓപ്പ് കോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് എവിടെയാണ് ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. ദർ ഈസ് നോ നീഡ് ടു സ്പെസിഫൈ രജിസ്റ്റർ ഓർ മെമ്മറി അഡ്രസ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണ്ട, രജിസ്റ്ററും മെമ്മറി അഡ്രസ്സും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കൊടുക്കണ്ട. ദ ഇൻസ്ട്രക്ഷൻ ഓപ്പറേറ്റ്സ് ഓൺ ദ പ്രീ ഡിഫൈൻഡ് രജിസ്റ്റർ ഓർ ലൊക്കേഷൻ. അപ്പം ഓൾറെഡി ഉള്ള ഡിഫൈൻഡ് ആയിട്ടുള്ള രജിസ്റ്ററിലോ മെമ്മറി ലൊക്കേഷനിലോ ആയിരിക്കും ഡേറ്റ ഉണ്ടാവുക. ഓക്കെ, മോസ്റ്റ്ലി യൂസ്ഡ് വിത്ത് അക്യൂമുലേറ്റർ ഓഫ് സ്റ്റാക്ക് ബേസ്ഡ് സിസ്റ്റം. അപ്പം ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിന്റെ സ്പെഷ്യാലിറ്റി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ അക്യൂമുലേറ്ററും അല്ലെങ്കിൽ സ്റ്റാക്ക് ബേസ്ഡ് സിസ്റ്റത്തിലുമാണ് ഈ അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള അഡ്രസ് ഫീൽഡിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അപ്പം അക്യൂമുലേറ്റർ, സ്റ്റാക്ക് ബേസ്ഡ് സിസ്റ്റം, ഈ രണ്ട് സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്താണ്, ഈ രണ്ട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. കാരണം CPU-ന് അറിയാം ഒന്നുകിൽ അക്യൂമുലേറ്ററിലായിരിക്കും ഡേറ്റ അല്ലെങ്കിൽ സ്റ്റാക്ക് ബേസ്ഡ് സിസ്റ്റത്തിലായിരിക്കും എന്നുള്ളത്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ അക്യൂമുലേറ്ററിന്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ അക്യൂമുലേറ്റർ കണ്ടന്റിനെ ഇൻവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ ആണ് CMA, കോംപ്ലിമെന്റ് അക്യൂമുലേറ്റർ എന്നുള്ളത്. ഓക്കെ, CMA. അപ്പം കോംപ്ലിമെന്റ് അക്യൂമുലേറ്റർ എന്ന് പറയുന്ന നമ്മുടെ ഇൻസ്ട്രക്ഷനകത്ത് നമുക്ക് എന്താണ് സ്പെഷ്യൽ ആയിട്ട് എവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കണോ, വേണ്ട. കോംപ്ലിമെന്റ് അക്യൂമുലേറ്റർ, അതിനകത്ത് തന്നെ ആ ഇൻസ്ട്രക്ഷനകത്ത് തന്നെ ലൊക്കേഷൻ പറയുവാണ്, അക്യൂമുലേറ്ററിലെ കണ്ടന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇതൊരു ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു സ്റ്റാക്ക് ബേസ്ഡ് ഓപ്പറേഷൻസിന് നമ്മൾ എന്ത് ചെയ്യും, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പൊ നോക്കിയേ, അപ്പം സ്റ്റാക്ക് ബേസ്ഡ് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ എന്താണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സ്റ്റാക്ക് ബേസ്ഡ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, യൂസ് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ്, സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ സ്റ്റാക്ക് ബേസ്ഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഓർക്കണം, അതൊരു മേ ബി ചോദിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ, സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. സീറോ അഡ്രസ് ഇൻസ്ട്രക്ഷൻ നമുക്ക് എവിടെ യൂസ് ചെയ്യാം, സ്റ്റാക്ക് ബേസ്ഡ് ഓപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മൾ ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ മാത്രം കൊടുത്താൽ മതി. ഓക്കെ, ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ മാത്രം കൊടുക്കുമ്പോഴത്തേക്കും എന്താണ് CPU മനസ്സിലാക്കുന്നത്, CPU-ന് മനസ്സിലാവും സ്റ്റാക്കിനകത്തുള്ള വാല്യൂസിനെയാണ് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം അഡ്രസ് സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പം എന്താണ് ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ നമുക്ക് ആഡ് രജിസ്റ്റേഴ്സിന്റെ കൂടെ മെമ്മറിയുടെ കൂടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ മെമ്മറിയോ രജിസ്റ്റേഴ്സോ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കണ്ടന്റ് ആണ്. ഒരു സ്പെസിഫിക്കേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ, ഒരു ലൊക്കേഷൻ നമ്മൾ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതൊരു സ്റ്റാക്ക് ഓപ്പറേഷൻ ആയിട്ട് CPU എന്ത് ചെയ്യും, മനസ്സിലാകും. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും, അതിന്റെ ടോപ്പിലുള്ള വാല്യൂ, അപ്പൊ സ്റ്റാക്കിന്റെ എപ്പോഴത്തെയും പ്രത്യേകതയാണ് ഏറ്റവും ടോപ്പിലുള്ള വാല്യൂസിലായിരിക്കും ഓപ്പറേഷൻസ് നടക്കുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള രണ്ട് വാല്യൂസിന്റെ അഡിഷൻ നടക്കും, റിസൾട്ട് എന്ത് ചെയ്യും, ഏറ്റവും ടോപ്പിൽ തന്നെ സ്റ്റോർ ചെയ്യും. അപ്പോൾ നോ അഡ്രസ് ഈസ് സ്പെസിഫൈഡ്, നമുക്ക് ഇവിടെ അഡ്രസ് ഒന്നും സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എന്താണ് സ്റ്റാക്ക് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം. അപ്പം ഇത്രയുമാണ് എന്ത് ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിനകത്ത് വരുന്നത്. ഓക്കെ, എന്താണ്, ഒന്ന് ഇൻസ്ട്രക്ഷൻ
അതിന്റെ കൂടി തന്നെ എന്താണ് പറഞ്ഞു കൊടുക്കുക. അക്യൂമുലേറ്റർ ആയിട്ടും സ്റ്റാക്ക് ബേസ്ഡ് ഓപ്പറേഷനിലും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡ്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഓപ്പറാൻഡിന്റെ ഡേറ്റ എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. രണ്ടാമത് വരുന്ന അഡ്രസ്സിംഗ് മോഡാണ് സ്റ്റാക്ക് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഇംപ്ലൈഡിനകത്ത് പറഞ്ഞൊരു കാര്യമാണ്, അത് തന്നെയാണ് സ്റ്റാക്ക് അഡ്രസ്സിംഗ് മോഡിനകത്ത് ആകുമ്പോഴത്തേക്കും സ്റ്റാക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്യുന്ന അഡ്രസ്സിംഗ് മോഡാണ് സ്റ്റാക്ക് അഡ്രസ്സിംഗ് മോഡ്. ഓക്കെ, അപ്പൊ സെയിം കാര്യമാണ് വരുന്നത്, പക്ഷെ നമ്മൾ അതിന് സ്റ്റാക്ക് അഡ്രസ്സിംഗ് മോഡ് എന്നും അഡ്രസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ് ഒന്നുകൂടി എടുത്ത് പറയുന്നത്. നമ്മുടെ അഡ്രസ്സിംഗ് മോഡിൽ സ്റ്റാക്ക് അഡ്രസ്സിംഗ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആണ്. അതുപോലെ തന്നെ ഇംപ്ലൈഡ് അഡ്രസ്സിംഗ് മോഡിനകത്ത് വരുന്ന ഒരു എക്സാമ്പിളും എന്താണ്, സ്റ്റാക്ക് അഡ്രസ്സിംഗ് ആണ്. ഓക്കെ, സ്റ്റാക്ക് അഡ്രസ്സിംഗ് മോഡ് ഈസ് ആൻ അഡ്രസ്സിംഗ് മോഡ് ഇൻ വിച്ച് ഓപ്പറാൻഡ്സ് ആർ സ്റ്റോർഡ് ഇൻ സ്റ്റാക്ക്. ഓക്കെ, ഒരു സ്റ്റാക്കിനകത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, ഓപ്പറാൻഡ്സ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഓപ്പറേഷൻസ് ആർ പെർഫോംഡ് ഓൺ ദ ടോപ്പ് എലമെന്റ്സ് ഓഫ് ദി സ്റ്റാക്ക്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ സ്റ്റാക്ക് അഡ്രസ്സിംഗ് മോഡിനകത്ത് സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. അത് നമ്മുടെ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ള എലമെന്റ്സിനായിരിക്കും. ഓക്കെ, ഒത്തിരി സ്റ്റാക്ക് എന്ന് പറയുമ്പോൾ ഒരു എന്താണ്, ഒരു അടുക്ക് പോലെ കുറെ എന്താണ് ട്രേകൾ അടുക്കി വെച്ചേക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന എലമെന്റ്സിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അഡ്രസ്സിംഗ് മോഡിൽ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഓക്കെ, എ സ്പെഷ്യൽ രജിസ്റ്റർ കാർഡ് സ്റ്റാക്ക് പോയിന്റർ കീപ്സ് ട്രാക്ക് ഓഫ് ദി ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അപ്പൊ ടോപ്പിൽ നിന്നാണ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പൊ ടോപ്പ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്, സ്റ്റാക്ക് പോയിന്റർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ രജിസ്റ്റർ ഉണ്ട്. ഓക്കെ, നമ്മൾ രജിസ്റ്റേഴ്സ് പഠിച്ചപ്പോൾ കണ്ടതായിരുന്നു, എന്താണ്, നമുക്ക് സ്റ്റാക്ക് പോയിന്റർ എന്നുള്ള ഒരു രജിസ്റ്റർ ഉണ്ട്. എന്ത് ചെയ്യും, അത് പോയിന്റ് ചെയ്യുന്നത് സ്റ്റാക്കിന്റെ ടോപ്പ് പോർഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യാണ്. അപ്പം ഇൻസ്ട്രക്ഷൻ എന്ത് ചെയ്യും, സിംപ്ലി പോപ്സ് ഔട്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ഈ പറയുന്ന സ്റ്റാക്കിനകത്ത് നമ്മൾ എലമെന്റ്സ്, ഞാൻ പറഞ്ഞു കുറെ ട്രേസ് അടുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ ട്രേയിൽ നിന്ന് ഓരോ എലമെന്റ് നമുക്ക് എടുക്കണം. ഓക്കെ, അപ്പം എടുക്കാനും അതുപോലെ തിരിച്ച് ട്രേയിൽ ഒരു സാധനം വെക്കാനും നമുക്ക് രണ്ട് ഓപ്പറേഷൻസ് വേണമല്ലോ. അപ്പം പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ സ്റ്റാക്കിനകത്തുള്ള രണ്ട് ഓപ്പറേഷൻ. സ്റ്റാക്കിനകത്ത് നമുക്ക് രണ്ട് ഓപ്പറേഷൻ ആണ് ചെയ്യാനുള്ളത്. ഒന്നുകിൽ നമുക്ക് എലമെന്റ് അങ്ങോട്ട് വെക്കാം, അല്ലെങ്കിൽ അവിടെ നിന്ന് എലമെന്റ് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, അപ്പോ നമുക്ക് രണ്ട് ഓപ്പറേഷൻ ഉണ്ട്, പുഷും പോപ്പും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുവാണ്, രണ്ട് ഇൻസ്ട്രക്ഷൻ സിംപ്ലി പോപ്സ് ഔട്ട് ടു സിംബൽസ് കണ്ടെയ്ൻഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അപ്പൊ സ്റ്റാക്കിൽ നിന്ന് എന്ത് ചെയ്യണം, രണ്ട് എലമെന്റ്സ് എടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻ ഏതാണ്, പോപ്പ് ഓപ്പറേഷൻ. ഓക്കെ, ദ അഡിഷൻ ഓഫ് ദീസ് ടു ഓപ്പറാൻഡ്സ് ഈസ് പെർഫോംഡ്. അപ്പം എടുക്കുന്ന ആ രണ്ട് ഡേറ്റ തമ്മിലുള്ള അഡിഷൻ പെർഫോം ചെയ്യും ആഡ് എന്നുള്ള ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ. ഓക്കെ, അപ്പം ദ റിസൾട്ട് സോ ഒബ്റ്റൈൻഡ് ആഫ്റ്റർ അഡിഷൻ ഈസ് പുഷ്ഡ് അഗൈൻ അറ്റ് ദ ടോപ്പ് ഓഫ് ദി സ്റ്റാക്ക്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഗെയിൻ നമുക്ക് ഡേറ്റ എവിടെ വെക്കാൻ പറ്റത്തുള്ളൂ, സ്റ്റാക്കിന്റെ ടോപ്പിലേ വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് കിട്ടുന്ന അഡിഷൻ ഓപ്പറേഷന്റെ റിസൾട്ട് എവിടെ ആയിരിക്കും നമ്മൾ വെക്കുക, സ്റ്റാക്കിലെ ഏറ്റവും ടോപ്പിലായിരിക്കും വെക്കുക. അപ്പം ഈ ഒരു എക്സാമ്പിൾ നോക്ക്, നമുക്ക് അതിൽ നിന്ന് സ്റ്റാക്കിൽ നിന്ന് ഒരു സാധനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പോലെ പോപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, പുഷ് എ ആൻഡ് പുഷ് ബി. അപ്പം പുഷ് എയും പുഷ് ബി എന്ന് പറഞ്ഞ് രണ്ട് ഓപ്പറേഷനിൽ എയും ബി എന്നുള്ള ഡേറ്റ കൊടുത്തു. ആഡ് എന്നുള്ളത് കാണുമ്പോൾ എന്ത് ചെയ്യും, എ പ്ലസ് ബി ചെയ്തിട്ട് എവിടെ വെക്കും, സ്റ്റാക്കിന്റെ ടോപ്പിനകത്തായിരിക്കും വെക്കുക. ഓക്കെ, അപ്പം എന്താണ് സ്റ്റാക്ക്, സ്റ്റാക്ക് ഈസ് എ സ്പെഷ്യൽ മെമ്മറി സ്ട്രക്ചർ. ഓക്കെ, സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മെമ്മറി സ്ട്രക്ചർ ആണ്. അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ലിഫോ മാനറിലായിരിക്കും. ഓക്കെ, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അപ്പൊ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അവസാനം വെക്കുന്നത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആദ്യം എടുക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ലിഫോ മാനർ എന്ന് പറഞ്ഞത്. അപ്പൊ സ്റ്റാക്ക് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ മെമ്മറി സ്ട്രക്ചർ ആണ്, ലിഫോ പ്രിൻസിപ്പിളിലാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കുറെ ബുക്ക് അടുക്കി വെച്ചു, നമുക്ക് ഏറ്റവും ടോപ്പിൽ നിന്ന് ആണ് എടുക്കാൻ പറ്റുക. ഏറ്റവും കുറെ സാധനങ്ങൾ ഇരിക്കുമ്പോൾ ഏറ്റവും അടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ എന്താണ്, മൊത്തത്തിൽ താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ടോപ്പിൽ നിന്ന് മാറ്റി മാറ്റിയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഏറ്റവും ലാസ്റ്റത്തെ ബുക്ക് വേണമെങ്കിൽ എടുക്കുന്നത്, അല്ലേ. ഓക്കെ, അതേപോലെ സ്റ്റാക്ക് എന്ന് പറയുന്നത് ലിഫോ മാനറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ മെമ്മറി സ്ട്രക്ചർ ആണ്. അപ്പം സ്റ്റാക്ക് അഡ്രസ്സിംഗ് മോഡിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, സ്റ്റാക്ക് അഡ്രസ്സിംഗ് മോഡിനകത്ത്
നമ്മൾ അഡ്രസ്സ് ഈ പറയുന്ന ഓപ്പറാൻഡിന്റെ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഇൻസ്ട്രക്ഷൻ കാണുമ്പോൾ തന്നെ എന്താണ് സ്റ്റാക്കിലാണ് ഓപ്പറേഷൻ നടക്കേണ്ടതെന്ന് CPU മനസ്സിലാവും. ഏറ്റവും ടോപ്പിലുള്ള എന്താണ് എലമെന്റ്സ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം റിസൾട്ട് ഏറ്റവും ടോപ്പിലായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം പുഷ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡേറ്റ സ്റ്റാക്കിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുഷ് ചെയ്ത് വെക്കാൻ, അല്ലെ? അപ്പൊ ഡേറ്റ സ്റ്റാക്കിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പുഷ് ഓപ്പറേഷൻ യൂസ് ചെയ്യും. അപ്പം പുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന ഡേറ്റ സ്റ്റാക്കിന്റെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യും. ഇനി എന്താണ്? സ്റ്റാക്കിൽ നിന്നൊരു ഡേറ്റ റിമൂവ് ചെയ്യണം. അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും? പോപ്പ് ഓപ്പറേഷൻ യൂസ് ചെയ്യും. സോ പോപ്പ് എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഏറ്റവും ടോപ്പിലുള്ള എലമെന്റിനെ എന്ത് ചെയ്യും? സ്റ്റാക്കിൽ നിന്ന് റിമൂവ് ചെയ്യും. ഓക്കെ.